ഏവർക്കും സ്പോർട്ടോപ്പിയയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ സീസണിൽ അങ്ങനെ വിട പറഞ്ഞിരിക്കുകയാണ്. ഒഡീഷ FC-യോട് പ്ലേ ഓഫ് മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് തോറ്റതോടെയാണ് ഈ സീസണിന് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്കത്തട്ട് കുറിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലേയേഴ്സിനെ റിട്ടൈൻ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ വിട്ട് കളയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആരൊക്കെ നിലനിർത്താനാണ് ചാൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേയേഴ്സ് പുറത്തു പോകും എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2024 കോൺട്രാക്ട് തീരുന്ന ഒരുപിടി പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അത് ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കരൺജിത് സിംഗ്, ലെസ്കോവിച്ച്, ഡ്രിൻസിച്ച്, വിപിൻ മോഹനൻ, ദൈസുക്കെ സക്കായ്, അഡ്രിയാൻ ലൂണ, ഫെഡോർ സെർണിച്ച്, ഡിമിട്രിയോസ് ഡാമൻഡക്കോസ് തുടങ്ങിയ പ്ലേയേഴ്സാണ് 2024 കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആവുന്നത്. അപ്പോൾ ഇതിലെന്തായാലും കരൺജിത് സിംഗും ലെസ്കോവിച്ചും അതുപോലെ തന്നെ ഡ്രിൻസിച്ചും പോകാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് സ്പോർട്ടോപ്പിയയ്ക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സക്കായും ഫെഡോർ സെർണിച്ചും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിടാനാണ് ചാൻസ്. കാരണം ജോഷോ സൊട്ടീരിയയ്ക്കും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയ്ക്കും പകരക്കാരായിട്ട് വന്ന താരങ്ങളാണ് സക്കായും അതുപോലെ തന്നെ ഫെഡോർ സെർണിച്ചും. അപ്പോൾ എന്തായാലും അവർ ബ്ലാസ്റ്റേഴ്സ് വിടാൻ തന്നെയാണ് ചാൻസ് വളരെ കൂടുതൽ. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൂണയെയും ഡയമൻഡക്കോസും നിലനിർത്താനാണ് ചാൻസ് കൂടുതൽ. ബ്ലാസ്റ്റേഴ്സിനെ എന്തായാലും ലൂണയെയും ദിമിയെയും ഒരു 2 സീസൺ കൂടി നിലനിർത്താൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററാണ്. അഡ്രിയാൻ ലൂണ ഒരു പ്ലേ മേക്കറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് അഡ്രിയാൻ ലൂണ. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും അഡ്രിയാൻ ലൂണയും ദിമിയെയും ഒരുമിച്ച് കാണാൻ തന്നെയായിരിക്കും ആഗ്രഹം. പക്ഷെ ദിമിയുടെ കാര്യത്തിൽ സാലറി തർക്കമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വരുന്ന ട്രാൻസ്ഫർ ന്യൂസുകൾക്ക് കാതോർത്തിരിക്കാം. അടുത്തത് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ KP ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. എന്തായാലും രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സഹലുമായിട്ട് രാഹുലിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ സഹല് മോഹൻ ബഗാനായിട്ട് ഷീൽഡ് വിന്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ കൊൽക്കത്തയിലോട്ട് പോകാൻ രാഹുൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ KP കൊൽക്കത്തയിലോട്ട് പോയാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഹോർമിപ്പാമും ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. കൊൽക്കത്ത ഏജന്റുമായിട്ട് ചർച്ചകൾ സജീവമാകുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഹോർമിപ്പാം ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് ബ്ലാസ്റ്റേഴ്സിന് നിരാശ തോന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തത് സൗരവ് മണ്ഡൽ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നുള്ള വാർത്തകളും ഇപ്പോൾ സജീവമാകുന്നുണ്ട്. ഒരു സ്വാപ്പ് ഡീലിനാണ് സൗരവ് മണ്ഡൽ നോക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മഹേഷ് സിംഗ്, നവോരം പോലെയുള്ള പ്ലേയേഴ്സിനെ ഇതുപോലെയുള്ള ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് വിട്ടുകൊടുത്ത മാനേജ്മെൻ്റാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. ഇപ്പോൾ സൗരവ് മണ്ഡലിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു പ്ലെയറാണ് സൗരവ് മണ്ഡൽ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള പ്ലേയേഴ്സിന് ഇതുപോലെയുള്ള ട്രാൻസ്ഫർ ന്യൂസും അതുപോലെ തന്നെ സ്വാപ്പ് ഡീലിലേക്ക് വിട്ടുകൊടുക്കുന്നത് വലിയൊരു മണ്ടത്തരം ആണ് എന്നുള്ളതാണ് സ്പോർട്ടോപ്പിയുടെ അഭിപ്രായം. വരും കാലങ്ങളിൽ ഇതിനെ നോക്കി പഴിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അടുത്ത നോക്കുന്നത് ഇവാൻ വുക്കോമനോവിച്ചിന്റെ കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ആശാന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീസണിൽ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിയ ഒരു കോച്ചാണ് ഇവാൻ വുക്കോമനോവിച്ച്. ആ കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നിരാശ തോന്നുന്നുണ്ട്. കാരണം ഏതൊരു മികച്ച ടീമിനെതിരെ ജയിക്കാനും അതുപോലെ തന്നെ ഏത് ലോക്കൽ ടീമിനോട് തോക്കാനും കഴിയുന്ന രീതിയിലുള്ളൊരു കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള കളിയല്ല ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം വരേണ്ടതുണ്ട്. അതിന്
വേറൊരു കോച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണം എന്നുള്ളതാണ് സ്പോർട്ടോപ്പിയുടെ അഭിപ്രായം. മറ്റ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാം. അതിന് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ ആശാന് പകരം വേറൊരു കോച്ചിനെ തിരഞ്ഞെടുത്താലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പൊ എന്തായാലും നമുക്ക് വരുന്ന ട്രാൻസ്ഫർ ന്യൂസുകൾക്ക് കാതോർത്തിരിക്കാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.